അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ ബിരിയാണിയാണ്. ഈ ബിരിയാണി എന്തായാലും കുക്കറിൽ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ മത്തി ബിരിയാണിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ കുറച്ച് പേര് അതിനൊരു കാരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് മത്തി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് ഫിഷ് ആയിരുന്നാലും കുഴപ്പമില്ല. മത്തിക്ക് പകരം വേറെ ഏതെങ്കിലും ഫിഷ് വെച്ചിട്ട് ട്രൈ ചെയ്താലും ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ മുട്ട ബിരിയാണിയിലേക്ക് ഞാനിവിടെ തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്, കുറച്ച് കാഷ്യൂനട്ട് അരച്ചിട്ടും ചേർക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിയുടെ ചോറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് കുറച്ച് തിക്കായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. അതായിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ആവി നന്നായിട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം ഇങ്ങനെ ചീറി ചീറി വരുമല്ലോ. അങ്ങനെ ചീറി വന്ന് തുടങ്ങുമ്പോൾ തന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കാം. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കുക്കർ തുറക്കരുത്, ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാം. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലായിരിക്കും വരാം. പിന്നെ അതിൻ്റെ ഇതേപോലെ മുട്ട ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് ഒരു 2 മുട്ടയെങ്കിലും വെച്ച് വേണം. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയുടെ പകുതി കഴിച്ച് കഴിയുമ്പോഴേക്കും മുട്ട തീർന്നു പോകും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബിരിയാണി ആക്കുന്നത്. ഈ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവോള ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു പകുതിയുടെ അടുത്ത് മാത്രം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. ബാക്കിയുള്ള സവോള ഈ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കാഷ്യൂനട്ടും വറുത്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് വറുത്തിട്ട് ചേർക്കാം, മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി വറുത്തിട്ട് ചേർക്കാം, ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴമൊക്കെ വറുത്തിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവോള വറുത്തതും ചേർക്കുന്നുണ്ട്, കാഷ്യൂനട്ട് വറുത്തതും ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിയിലേക്ക് ഇതിനകത്തുനിന്ന് ഒരു പകുതിയുടെ അടുത്ത് സവോള കറിയിലേക്ക് നമുക്ക് വേണ്ടി വരും. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 6 ഇതേപോലത്തെ വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ മസാല എല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ചിട്ടാണ് ബിരിയാണിയിലേക്ക് ചേർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം മസാലയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ചേർക്കുമ്പോൾ ഈ പച്ചമുളക് നമ്മൾ സാധാരണ ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കുന്ന പോലെയല്ല, അരച്ചിട്ട് ചേർക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. വലിയ ജീരകം ഞാനിവിടെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഇതേപോലത്തെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് പിന്നെ സെപ്പറേറ്റ് വേറെ ഒന്നും ചേർക്കണില്ല. ഇതിലേക്ക് ഞാനിവിടെ പെരിഞ്ജീരകം മാത്രമാണ് ചേർക്കുന്നത്, കുരുമുളകിൻ്റെ പൊടിയും ചേർക്കണില്ല. ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള മസാല ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു 6 വലിയ ഏലക്കായ എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്, ഒരു 5 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കോല എടുത്തിട്ടുണ്ട്, ഒരു 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാണ്ടാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. അത് റൈസും പിന്നെ ഈ മുട്ടയുടെ മസാലയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബിരിയാണി സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ചേർക്കുന്നത്. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര മുട്ട വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുട്ട എടുക്കുക. മല്ലിയിലയും വേണം, പുതിനയിലയും വേണം. മല്ലിയില കൂടുതൽ വേണം, മല്ലിയിലയുടെ ഒരു 1/4 ഭാഗം മതിയാവും പുതിനയില. പിന്നെ ബിരിയാണിയിലേക്ക് നെയ്യും വേണം. പിന്നെ ബിരിയാണിയിലേക്ക് ബസ്മതി റൈസ് വേണം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ ഗ്രാമിലേക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം റൈസ് ഉണ്ടാവും. ഈ റൈസ് ആയിട്ട് ആദ്യം നന്നായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 400 ഗ്രാം റൈസ് എടുക്കുക. ഇനി ബസ്മതി റൈസ് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് വെള്ളം വേണം. അത് 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളം വെച്ചിട്ട് 2 കപ്പിന് 2.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും 1.5 കപ്പ് സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്.
പിന്നെ ഈ റൈസ് നിങ്ങൾ ഏറ്റാദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വെക്കണം. അപ്പോഴായിരിക്കും അരി നല്ല സോഫ്റ്റായിട്ട് വരാം. അത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഇതേപോലെ ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ റൈസ് എപ്പോഴും നന്നായിട്ട് കുതിർത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഈ തക്കാളി ഞങ്ങൾ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് എടുക്കുക. അപ്പോൾ മസാല ഉണ്ടാക്കാനുള്ള പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കുക. ഈ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കണം. അപ്പോൾ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക. ആ പെരിഞ്ചീരകം കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കുക. ഞാനിവിടെ 2 വലിയ സവോളയും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ചേർക്കണ്ട, ഒരു മീഡിയം സവോളയുടെ അത്രയ്ക്ക് ചേർത്താൽ മതി. ബാക്കിയുള്ളത് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇപ്പോൾ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ 3/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ആ മഞ്ഞളുടെ പച്ച ടേസ്റ്റ് മാറണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം നിങ്ങൾ. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി ആയിരുന്നാലും വളരെ കുറച്ച് ചേർത്താൽ മതി. മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മുളകിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് നല്ല ചൂടായിട്ടിരിക്കുന്ന ഓയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിക്കും. മഞ്ഞൾപ്പൊടി മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിച്ച് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർക്കാം. തൈര് അല്ലെങ്കിൽ യോഗട്ടായിരുന്നാലും കുഴപ്പമില്ല. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചിട്ടെടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇനി ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവോളയും കാഷ്യൂനട്ടും വറുത്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി കാഷ്യൂനട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവോള വറുത്തതും പിന്നെ കാഷ്യൂനട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് ചൂടാക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം. ഇപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മസാലകൾ ചേർക്കാം. ബേ ലീഫും ചേർക്കാം. ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതെല്ലാവരും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഞാനിവിടെ ആ മസാല മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ പതുക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയിലേക്കും കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോഴായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് പുതിനയില ചേർക്കാം. അത് മല്ലിയിലയുടെ ഒരു 1/4 ഭാഗം ചേർക്കാം പുതിനയില. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കണ 2 കപ്പ് റൈസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2.5 കപ്പ് വെള്ളത്തിന് 1 കപ്പ് തേങ്ങാപ്പാലും 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1.5 കപ്പ് വെള്ളം ചേർക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതായിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. കുക്കർ അടയ്ക്കുക. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. വിസിൽ വരാൻ പോണതിന് മുമ്പ് ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചീറി ചീറി വരും. അങ്ങനെ ചീറി ചീറി വന്നു കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെക്കാം. വിസിൽ വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിരിയാണി കുക്കറിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നന്നായിട്ട് ചീറി വന്നു കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ അങ്ങനെ ചീറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ചീറി ചീറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രം കുക്കർ തുറന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ കുക്കർ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്റ്റീം നിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റീം ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ തന്നെ കുക്കർ തുറക്കരുത്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം കുക്കർ തുറന്നാൽ മതി. ഈ കുക്കർ നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആവിയുടെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴ്ത്തണ്ട. ഈ കുക്കർ തുറന്ന വഴിക്ക് തന്നെ ഈ ബിരിയാണി നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. തുറന്നു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, കാരണം തുറന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ ആവി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റൈസൊക്കെ അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഈ ബിരിയാണി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഞാനിവിടെ ഇതേപോലത്തെ വലിയ പാത്രത്തിലേക്ക് ഈ കുക്കർ അങ്ങനെ പാടി കൊണ്ട് കമത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വറുത്ത് വെച്ചേക്കണ സവോളയും പിന്നെ കാഷ്നട്ടും പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അത് ആ കുക്കറിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന റൈസ് ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുക, കറിയുടെ ഗ്രേവിയൊക്കെ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെ തോന്നും. പക്ഷേ അത് ആ കറിയുടെ ഗ്രേവി ആ റൈസിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ അടിയിലേക്ക് ചെല്ലുമ്പോൾ അത് നല്ല കറക്റ്റ് പാകത്തിലിരിക്കും. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് റൈസൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ നല്ല കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ കാഷ്നട്ടും പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ റൈസ് നമ്മൾ വേവിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റുണ്ട്. റൈസ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലുണ്ട്. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് വിസിൽ വരുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.